സുഹൃത്തുക്കളെ, നമ്മളോട് പ്രതിബദ്ധതയില്ലാത്ത മാധ്യമങ്ങൾ ഒരു കാലത്തും നമ്മളോട് പറയാത്ത ചില വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇന്ത്യക്ക് ഇന്നൊരു പുതിയ ഡിഫൻസ് പാർട്ട്ണർ നിശബ്ദമായിട്ട് പക്ഷേ അതിശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത് അമേരിക്കയല്ല, റഷ്യയല്ല, ഫ്രാൻസുമല്ല, അത് ജപ്പാനാണ്. ഒരിക്കൽ ഡിഫൻസ് എക്സ്പോർട്ടിൽ വളരെ കോഷ്യസ് ആയിരുന്ന, ആർക്കും ടെക്നോളജി ഷെയർ ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത ജപ്പാൻ ഇന്ന് ഇന്ത്യക്ക് ഒന്നല്ല രണ്ടല്ല പല ഹൈ എൻഡ് ഡിഫൻസ് ടെക്നോളജികളും തുറന്നു തരാനായിട്ട് ഒരുങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം ഇന്ത്യക്ക് ടെക്നോളജി പെരുമഴ, എത്ര തന്നിട്ടും മതി വരാതെ ജപ്പാൻ. ഇത് വെറും സൗഹൃദത്തിൻ്റെ കഥയല്ല, ഇത് ചൈന ഫാക്ടറുള്ള വലിയൊരു ഇൻഡോ പസഫിക് സ്ട്രാറ്റജിയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോപൊളിറ്റിക്സിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ ക്ലിയർ ആയിട്ട് പറയാം. ജപ്പാൻ ഓഫർ ചെയ്യുന്ന എല്ലാം ഓൾറെഡി സൈൻഡ് കോൺട്രാക്റ്റ് അല്ല. ചിലത് സൈൻഡ് ആണ്, ചിലത് ഓൾറെഡി കോഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്, ചിലത് ഒഫീഷ്യൽ ഓഫറാണ്, ചിലത് റിപ്പോർട്ടഡ് ഓഫറാണ്, ചിലത് ഫ്യൂച്ചർ പോസിബിലിറ്റിയാണ്. പക്ഷേ ഡിറക്ഷൻ വളരെ ക്ലിയർ ആണ്. ജപ്പാൻ ഇനി ഇന്ത്യയെ ഒരു സാധാരണ ബയറായിട്ട് കാണുന്നില്ല. ജപ്പാൻ ഇന്ത്യയെ ഒരു ഇൻഡോ പസഫിക് സെക്യൂരിറ്റി പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ശക്തമായ എക്സാമ്പിളാണ് യൂണിക്കോൺ ആൻറ്റിന മാസ്റ്റ്. ഒരു മോഡേൺ വാർഷിപ്പിൽ പല ആൻറ്റിനകളും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും സെൻസറുകളുമെല്ലാം മുകളിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇത് ഷിപ്പിൻ്റെ റഡാർ സിഗ്നേച്ചർ കൂട്ടും. യൂണിക്കോൺ മാസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഷിപ്പിൻ്റെ മുകളിലെ ആൻറ്റിന ജംഗിൾ കുറച്ച് പല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ ഒരു കോമ്പാക്ട്, സ്ട്രീം ലൈൻഡ് ആൻഡ് സ്റ്റെൽത്ത് ഫ്രണ്ട്ലി സ്ട്രക്ചറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഷിപ്പിൻ്റെ മുകളിൽ കുത്തി നിൽക്കുന്ന അനാവശ്യ പ്രൊജക്ഷൻസ് കുറയ്ക്കുന്നു, കമ്മ്യൂണിക്കേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നു, റഡാർ സിഗ്നേച്ചർ കുറയ്ക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഷിപ്പ് കൂടുതൽ സ്റ്റെൽത്തി ആകുന്നു. ഇത് ഇന്ത്യ ജപ്പാൻ ഡിഫൻസ് ടെക്നോളജി കോഓപ്പറേഷൻ്റെ വലിയൊരു ബ്രേക്ക് ത്രൂ ആണ്. ജപ്പാൻ ഇവിടെ പറയുന്നത് ഇതാണ്: ഞങ്ങൾ ഇന്ത്യക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് മാത്രം വിൽക്കാൻ വന്നതല്ല, ഒരു ടെക്നോളജി പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് തയ്യാറാണ്. അടുത്തത് മൊഗാമി-ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ്. ഇതിപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടഡ് ഓഫറാണ്. മൊഗാമി-ക്ലാസ് ജപ്പാൻ്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള ലോകോത്തര സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ്. വളരെ ഉയർന്ന രീതിയിൽ ഓട്ടോമേഷൻ, ക്രൂ റിക്വയർമെൻറ്റ്സ് വളരെ കുറവ്, സ്റ്റെൽത്ത് ഡിസൈൻ, ആൻറ്റി സബ്മറീൻ വാർഫെയർ കേപ്പബിലിറ്റി, ഏറ്റവും ആധുനികമായ സെൻസറുകൾ, ഭാവിയിൽ എങ്ങനെ വേണമെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി. റിപ്പോർട്ടുകൾ പ്രകാരം ജപ്പാൻ മൊഗാമി-ക്ലാസ് ഫ്രിഗേറ്റ് ഡിസൈൻ ഇന്ത്യക്ക് നൽകാനും ഇന്ത്യൻ ഷിപ്പ് യാർഡിൽ ജപ്പാൻ്റെ സപ്പോർട്ടോടുകൂടി ബിൽഡ് ചെയ്യാനും തയ്യാറാണ് എന്നതാണ് വലിയ വാർത്ത. ഇതൊരു ഫൈനലായിട്ട് സൈൻ ചെയ്ത കോൺട്രാക്റ്റ് അല്ല, പക്ഷേ ഈ ഓഫർ തന്നെ വളരെ പ്രധാനമർഹിക്കുന്നതാണ്. കാരണം ജപ്പാൻ ഇത്തരമൊരു അഡ്വാൻസ്ഡ് വാർഷിപ്പ് ഡിസൈൻ ഇന്ത്യക്ക് തുറന്നു നൽകാൻ തയ്യാറാകുന്നത് തന്നെ ഒരു ചെറിയ സാധാരണ കാര്യമല്ല. ഇന്ത്യക്ക് ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇന്ത്യ ഇപ്പോൾ തന്നെ പ്രൊജക്ട് 17A, പ്രൊജക്ട് 18, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോർവേറ്റ്സ്, ഫ്രിഗേറ്റ്സ്, ഡിസ്ട്രോയർ എല്ലാം ബിൽഡ് ചെയ്യുന്ന ഫേസിലാണ്. ഇന്ത്യക്ക് ഷിപ്പ് യാർഡ് ഉണ്ട്, മാൻ പവർ ഉണ്ട്, നേവൽ ഡിസൈൻ എക്സ്പീരിയൻസ് വളരെ വേഗത്തിൽ വളരുന്നുമുണ്ട്. പക്ഷേ ജപ്പാൻ്റെ സ്ട്രെങ്ത് വേറെയാണ്. പ്രിസിഷൻ എഞ്ചിനീയറിംഗ്, സ്റ്റെൽത്ത് ഷേപ്പിംഗ്, ഓട്ടോമേഷൻ, കോമ്പാക്റ്റ് ആയിട്ടുള്ള കോമ്പാറ്റ് സിസ്റ്റം ഇൻ്റഗ്രേഷൻ, ക്വാളിറ്റി കൺട്രോൾ, ഇതെല്ലാം കൂടി ഇന്ത്യയുടെ ഷിപ്പ് ബിൽഡിംഗ് എക്കോസിസ്റ്റത്തിലേക്ക് വന്നാൽ ഫ്യൂച്ചറിലെ ഇന്ത്യൻ വാർഷിപ്പുകൾ കൂടുതൽ സൈലൻറ്റും കൂടുതൽ ഓട്ടോമേറ്റഡും കൂടുതൽ സർവൈവബിളും ആകും. അടുത്ത വലിയ ഓഫർ US-2 ആംഫിബിയൻ എയർക്രാഫ്റ്റിൻ്റെയാണ്. ഇതൊരല്പം പഴയ ഡിസ്കഷൻ ആണെന്നുണ്ടെങ്കിലും ഇന്നും ഇതിന് വളരെ വലിയ സ്ട്രാറ്റജിക് വാല്യൂ ഉണ്ട്. US-2 എന്ന് പറയുന്നത് ഒരു ഓർഡിനറി എയർക്രാഫ്റ്റ് അല്ല. ഇത് കരയിലും കടലിലും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള ആംഫിബിയസ് എയർക്രാഫ്റ്റ് ആണ്. ഏറ്റവും കലുഷിതമായ സമുദ്രത്തിലും ടേക്ക് ഓഫും ലാൻഡിങ്ങും നടത്താൻ കഴിയുന്ന ഒരു റെയർ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യക്ക് എന്തിനാണിത്? നമുക്ക് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഉണ്ട്, ലക്ഷദ്വീപ്, ഇന്ത്യൻ ഓഷനിലെ ഐലൻഡ് ചെയിനുകളുണ്ട്, ഡിസാസ്റ്റർ റെസ്ക്യൂ ആവശ്യമാണ്, മാരിടൈം സർവൈലൻസ്, സ്പെഷ്യൽ ഓപ്പറേഷൻ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വാർഷിപ്പ് എത്താനായിട്ട് മണിക്കൂറുകൾ വേണ്ട സ്ഥലത്ത് US-2 പോലെ ഒരു എയർക്രാഫ്റ്റ് നേരിട്ട് കടലിൽ ഇറങ്ങി റെസ്ക്യൂ ചെയ്യാനും സപ്പോർട്ട് നൽകാനും കഴിയും. അതുകൊണ്ട് US-2 ഒരു എയർക്രാഫ്റ്റ് ഡീൽ മാത്രമല്ല, ഇത് ഇന്ത്യൻ ഓഷൻ ഐലൻഡ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഇനി നമുക്ക് സബ്മറീൻ ടെക്നോളജിയിലേക്ക് വരാം. ലിഥിയം അയൺ സബ്മറീൻ ടെക്നോളജി. ലിഥിയം അയൺ സബ്മറീൻ ബാറ്ററി എന്തുകൊണ്ടാണ് ഇത്ര വലിയ കാര്യമാകുന്നത്?
സാധാരണ ഡീസൽ ഇലക്ട്രിക് സബ്മറീൻ വെള്ളത്തിനിടയിൽ ബാറ്ററി പവർ ഉപയോഗിച്ചാണ് നീങ്ങുന്നത്. ബാറ്ററി തീർന്നാൽ സ്നോർക്കൽ ചെയ്ത് ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യണം. ഇത് സ്നോർക്കൽ ചെയ്യുമ്പോൾ ഡിറ്റക്ട് ചെയ്യപ്പെടാനുള്ള റിസ്ക് കൂടും. ലിഥിയം അയൺ ബാറ്ററി കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യും, കൂടുതൽ പവർ ഔട്ട്പുട്ട് നൽകും, അണ്ടർ വാട്ടർ എൻഡ്യൂറൻസ് മെച്ചപ്പെടുത്തും, അണ്ടർ വാട്ടർ സ്പീഡ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും, സ്നോർക്കലിംഗ് ഫ്രീക്വൻസി കുറയ്ക്കാൻ കഴിയും. അതായത് സബ്മറീൻ കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ നിശബ്ദമായിട്ട് ഒളിക്കും. ഇത് ഇന്ത്യൻ നേവിയുടെ ഭാവിയിലെ കൺവെൻഷണൽ സബ്മറീൻസിന് വലിയൊരു ലെസണാണ്. പ്രൊജക്ട് 75 ആകട്ടെ, പ്രൊജക്ട് 76 ആകട്ടെ, ഭാവിയിലെ ഇൻഡിജിനസ് സബ്മറീൻസ് ആകട്ടെ, ഇന്ത്യക്ക് ബാറ്ററി ടെക്നോളജി, കൂളിംഗ്, ഫയർ സേഫ്റ്റി, കോമ്പാറ്റ് സിസ്റ്റം ഇൻറ്റഗ്രേഷൻ, അണ്ടർ വാട്ടർ എൻഡ്യൂറൻസ് എന്നിവ മാസ്റ്റർ ചെയ്യണം. അടുത്തതാണ് UGV അല്ലെങ്കിൽ റോബോട്ടിക്സ് കോഓപ്പറേഷൻ. ഇത് ഹെഡ്ലൈൻ ന്യൂസ് ആകില്ല. പക്ഷെ ഫ്യൂച്ചർ വാർഫെയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. UGV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺമാൻഡ് ഗ്രൗണ്ട് വെഹിക്കിൾ, മിലിറ്ററി റോബോട്ടിക്സ്, ഓട്ടോണോമസ് നാവിഗേഷൻ, മൈൻ ഡിറ്റക്ഷൻ, സർവൈലൻസ്, ലോജിസ്റ്റിക് സപ്പോർട്ട്, ഇതെല്ലാം ഫ്യൂച്ചർ ബാറ്റിൽ ഫീൽഡിൻ്റെ ഭാഗമാണ്. ജപ്പാൻ റോബോട്ടിക്സിൽ ലോകോത്തര കഴിവുകൾ തെളിയിച്ച രാജ്യമാണ്. ഇന്ത്യയോ സോഫ്റ്റ്വെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബാറ്റിൽ ഫീൽഡ് റിക്വയർമെൻറ്റ്സ്, മാസ് പ്രൊഡക്ഷൻ എന്നിവയിൽ ശക്തമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഫ്യൂച്ചർ മിലിറ്ററി റോബോട്ടിക്സിൽ ഇന്ത്യക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടും. അതുപോലെ തന്നെ അധികം ആരും ചർച്ച ചെയ്യാത്ത മറ്റൊരു റിപ്പോർട്ടും കൂടെ തരാം. ഇന്ത്യയിൽ ഷിപ്പ് മെയിൻ്റനൻസ്. ജപ്പാൻ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സിൻ്റെ ഷിപ്പുകളുടെ മെയിൻ്റനൻസ് ഇന്ത്യയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമല്ല. ഇതിൻ്റെ സ്ട്രാറ്റജിക് മീനിങ്ങും വളരെ വലുതാണ്. ജപ്പാനീസ് ഷിപ്പുകൾ ഇന്ത്യൻ ഓഷനിൽ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മെയിൻ്റനൻസ് സപ്പോർട്ട് കിട്ടുന്നത് ജപ്പാന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇന്ത്യക്ക് എന്താണ് ഗുണം? ഇന്ത്യ ഒരു റീജിയണൽ നേവൽ മെയിൻ്റനൻസ് ഹബ്ബായിട്ട് മാറും. ജപ്പാൻ്റെ മറീൻ എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡുകൾ ഇന്ത്യയുടെ ഷിപ്പ്യാർഡിലേക്ക് വരും. റിപ്പയർ പ്രാക്ടീസുകൾ, ക്വാളിറ്റി കൺട്രോൾ, പ്രിസിഷൻ മെയിൻ്റനൻസ്, ഇതെല്ലാം ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റംസിനെ ശക്തി കൂട്ടും. ഇനി കുറച്ചും കൂടെ വലിയൊരു ടെക്നോളജി ലെയറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ജപ്പാൻ ഇന്ത്യയുമായിട്ട് സൈബർ, സ്പേസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടർ, ക്രിട്ടിക്കൽ മിനറൽസ് എന്നിവയിലും കോഓപ്പറേഷൻ വർദ്ധിപ്പിക്കുന്നു. അതായത് ഇതൊരു ഡയറക്റ്റ് മിസൈൽ ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരു വാർഷിപ്പ് ടെക്നോളജിയോ അല്ല, പക്ഷേ ആധുനിക ഡിഫൻസിൻ്റെ നട്ടെല്ലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതെ ഭാവിയിലെ കമാൻഡ് സിസ്റ്റംസ് ഇല്ല, സെമി കണ്ടക്ടേഴ്സ് ഇല്ലാതെ സെൻസറുകളില്ല, ക്രിട്ടിക്കൽ മിനറൽസ് ഇല്ലാതെ അഡ്വാൻസ്ഡ് ബാറ്ററികളില്ല, സൈബർ സെക്യൂരിറ്റി ഇല്ലാതെ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ഇല്ല, സ്പേസ് കോഓപ്പറേഷൻ ഇല്ലാതെ മാരിടൈം സർവൈലൻസ് ഇല്ല. അതുകൊണ്ട് ജപ്പാൻ്റെ ടെക്നോളജി പെരുമഴ ഡിഫൻസ് സെക്ടറിൽ മാത്രമല്ല, ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന സമ്പൂർണ്ണമായ ഒരു ടെക്നോളജി ഇക്കോസിസ്റ്റമാണ്. ഇവിടെ ചൈന ഫാക്ടർ വളരെ വ്യക്തമാണ്. ചൈനയുടെ നേവി വളരെ വേഗത്തിൽ വളരുന്നു. ചൈനയുടെ സബ്മറീൻസ് ഇന്ത്യൻ ഓഷൻസിൽ അവരുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. പാകിസ്ഥാന് ചൈനീസ് ഒറിജിനായിട്ടുള്ള സബ്മറീൻസ് വരുന്നു. ഈസ്റ്റ് ചൈന സീയിൽ ജപ്പാൻ പ്രഷർ അനുഭവിക്കുന്നു. ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യ പ്രഷർ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയും ജപ്പാനും രണ്ട് സമുദ്രങ്ങളുടെ രണ്ട് വശങ്ങളിൽ നിന്നുള്ള നാച്ചുറൽ പാർട്ട്നേഴ്സാണ്. ജപ്പാന് ചൈനയെ ബാലൻസ് ചെയ്യാനായിട്ട് ഇന്ത്യ വേണം, ഇന്ത്യക്ക് ചൈനയെ ബാലൻസ് ചെയ്യാനായിട്ട് ജപ്പാൻ വേണം. പക്ഷേ ജപ്പാൻ്റെ സ്റ്റൈൽ വേറെയാണ്. ജപ്പാൻ ഉറക്കെ വലിയ വലിയ പ്രോമിസുകളൊന്നും കൊടുക്കില്ല. പക്ഷെ കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് ഡീപ്പ് ടെക്നോളജിയാണ് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് സുഹൃത്തുക്കളെ, ജപ്പാൻ ഇന്ത്യക്ക് ആയുധങ്ങൾ മാത്രം നൽകുന്നില്ല, ജപ്പാൻ ഇന്ത്യക്ക് ടെക്നോളജി കൾച്ചർ നൽകാൻ തയ്യാറാകുന്നു. ഇതാണ് ജപ്പാൻ്റെ ശരിയായ ശക്തി. ഇന്ത്യക്കിപ്പോൾ വേണ്ടതും അത് തന്നെയാണ്. അവസാനം കോർ മെസ്സേജ് ഇതാണ്: ഇന്ത്യ ജപ്പാൻ ബന്ധം ഇനി ബുള്ളറ്റ് ട്രെയിൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, കൾച്ചറൽ ഫ്രണ്ട്ഷിപ്പ് എന്നതിൽ മാത്രം നിൽക്കുന്നില്ല. ഇതൊരു ഡിഫൻസ് ടെക്നോളജി പാർട്ട്ണർഷിപ്പായിട്ട് മാറുകയാണ്. ഇന്ന് യൂണിക്കോൺ മാസ്റ്റ്, നാളെ മൊഗാമി സ്റ്റൈൽ ഷിപ്പ് ബിൽഡിംഗ്, മറ്റന്നാൾ സബ്മറീൻ ബാറ്ററി സേഫ്റ്റി, അതിനുശേഷം റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അണ്ടർ വാട്ടർ സിസ്റ്റംസ്, ഷിപ്പ് മെയിൻ്റനൻസ്, മാരിടൈം സർവെയിലൻസ്. ഇതെല്ലാം ചേർന്നാൽ ഇന്ത്യക്ക് ജപ്പാൻ നൽകുന്നത് ഒരു സാധാരണ ഓഫറല്ല. ഇത് ശരിക്കും ഒരു ടെക്നോളജി പെരുമഴയാണ്. എത്ര തന്നിട്ട് മതി വരാതെ ജപ്പാൻ എന്നത് ഒരു ക്യാച്ചി ടാഗ് ലൈൻ മാത്രമല്ല, ഇത് ഇൻഡോ പസഫിക് പവർ ബാലൻസിലെ പുതിയ റിയാലിറ്റിയാണ്. ഇന്ത്യയും ജപ്പാനും ചേർന്ന് ഇൻഡോ പസഫിക്കിൻ്റെ പുതിയ ഡിഫൻസ് ടെക്നോളജി ആർക്കിടെക്ചർ പണിയുകയാണ്.
സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.